തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും ക്രിസ്തുമസ് ആഘോഷിച്ചു. ഭക്തിനിർഭരമായി ദേവാലയങ്ങളിലെ പാതിരാ കുർബാന. കോവിഡ് വകഭേദമായ ഒമിക്രോൺ JN1 പടരുന്നത് ആശങ്കയാകുന്നു. JN1 വകഭേദത്തിന് വ്യാപനശേഷി കൂടുതൽ. തൃശൂർ പൂരം നടത്തിപ്പ് സംബന്ധിച്ച് ആശങ്ക തുടരുന്നു. പ്രദർശനശാലയുടെ തറവാടക സംബന്ധിച്ച തർക്കം പരിഹരിച്ചില്ലെങ്കിൽ പൂരം ചടങ്ങ് മാത്രമായി നടത്തുമെന്ന തീരുമാനത്തിലുറച്ച് ദേവസ്വങ്ങൾ. ക്രിസ്തുമസിന് റെക്കോർഡ് മദ്യവിൽപ്പന. 3 ദിവസം കൊണ്ട് ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത് 154,77,00,000 രൂപയുടെ മദ്യം. മദ്യവിൽപ്പനയിൽ ചാലക്കുടി ഔട്ട്ലെറ്റ് മുന്നിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഉണ്ണിയേശുവിന് തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. നക്ഷത്ര വിളക്കുകൾ തൂക്കിയും പുൽക്കൂടുകൾ ഒരുക്കിയും ഏവരും ക്രിസ്തുമസിനെ വരവേറ്റു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, വ്യാകുലമാതാ ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, മാർത്തമറിയം വലിയപള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ഔഗിൻ കുര്യാക്കോസും കാർമ്മികത്വം വഹിച്ചു. ഇരിഞ്ഞാലക്കുട സെയിന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും, കൊടുങ്ങല്ലൂർ സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലും കാർമ്മികത്വം വഹിച്ചു. 27-ന് നടക്കുന്ന ബൊന്നത്താലെ ഘോഷയാത്രയോടെ തൃശൂരിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. 15,000-ഓളം ക്രിസ്തുമസ് പാപ്പാമാർ ബൊന്നത്താലെയുടെ ഭാഗമാകും. കോവിഡ് വകഭേദമായ ഒമിക്രോൺ JN1 പടരുന്നത് ആശങ്കയാകുന്നു. കഴിഞ്ഞ ദിവസം 4 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഈ വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണ്. അതിനാൽ ആർജിത പ്രതിരോധശേഷി മറികടക്കാൻ കഴിയും. കോവിഡിന്റെ വകഭേദമായ ഒമിക്രോണിന്റെ ഉപവകഭേദമാണ് JN1. കോവിഡ് ബാധിച്ച് രോഗം ഭേദപ്പെട്ടവരെയും വാക്സിൻ എടുത്തവരെയും ഈ വൈറസ് ബാധിക്കും. രാജ്യത്ത് കൂടുതൽ JN1 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഗോവയിലാണ്. തൃശൂർ പൂരം നടത്തിപ്പ് സംബന്ധിച്ച് ആശങ്ക തുടരുന്നു. പൂരം പ്രദർശനശാലയുടെ തറവാടക വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പരിഹാരമാകാതെ നീളുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ വിളിച്ച യോഗം തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. എന്നാൽ ചർച്ച വെറും പ്രഹസനം മാത്രമാണെന്നായിരുന്നു തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ പ്രതികരിച്ചത്. പൂരം ചടങ്ങ് മാത്രമായി നടത്തുമെന്ന മുൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കി. പൂരം പ്രദർശനത്തിന് 2,20,00,000 രൂപ വാടക ലഭിക്കണമെന്ന ആവശ്യത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉറച്ചു നിൽക്കുകയാണ്. ഇത്തവണയും ക്രിസ്മസ് കാലത്ത് ബെവ്കോയിൽ റെക്കോർഡ് മദ്യവിൽപ്പന. 3 ദിവസം കൊണ്ട് 154.77 കോടി രൂപയുടെ മദ്യമാണ് ബെവ്കോ ഔട്ട്ലെറ്റ് വഴി വിറ്റത്. ക്രിസ്മസ് തലേന്ന് 70.73 കോടിയുടെ മദ്യവിൽപ്പന നടന്നു. കഴിഞ്ഞ വർഷം 69.55 കോടിയുടെ മദ്യമാണ് വിറ്റത്. മദ്യവിൽപ്പനയിൽ ചാലക്കുടിയാണ് മുന്നിൽ. ക്രിസ്മസ് തലേന്ന് ചാലക്കുടിയിൽ 63,85,290 രൂപയുടെ മദ്യവിൽപ്പനയാണ് നടന്നത്. ഈ വർഷം ഡിസംബർ 22-23 ദിവസങ്ങളിൽ ബെവ്കോയിൽ 84.04 കോടി രൂപയുടെ മദ്യവിൽപ്പന ഉണ്ടായി. ചാലക്കുടിയിൽ 2 ഉണ്ടായ അപകടങ്ങളിൽ 2 യുവാക്കൾ മരിച്ചു. മേലൂർ പുഷ്പഗിരിയിൽ ബൈക്ക് തോട്ടിലേക്ക് വീണും കാടുകുറ്റിയിൽ ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞുമാണ് അപകടമുണ്ടായത്. ആളൂർ ഉറുമ്പൻകുന്ന് പാലയൂർ വീട്ടിൽ കൃഷ്ണന്റെ മകൻ 23 വയസ്സുള്ള ബിനുവാണ് പുഷ്പഗിരിയിലെ അപകടത്തിൽ മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്കായിരുന്നു സംഭവം. ദേവരാജഗിരിയിലെ ഉത്സവത്തിൽ പങ്കെടുത്ത് തിരിച്ചുവരുന്ന സമയത്തായിരുന്നു അപകടം. പാടത്തിന്റെ ഓരത്തുള്ള തോട്ടിലേക്ക് വീണ ബൈക്കിനടിയിൽ യുവാവ് കുടുങ്ങുകയായിരുന്നു. തല വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് കരുതുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് യുവാവിന്റെ മേൽ ബൈക്ക് മറിഞ്ഞു കിടക്കുന്നതായി നാട്ടുകാർ കണ്ടത്. വിവരമറിഞ്ഞെത്തിയ പോലീസും പരിസരവാസികളും ചേർന്ന് ബൈക്ക് ഉയർത്തി നോക്കിയപ്പോഴാണ് ബിനുവിനെ മരിച്ച നിലയിൽ കണ്ടത്. ടൈൽസ് പണിക്കാരനാണ് ബിനു. കാടുകുറ്റിയിൽ വലിയ മരത്തിങ്കൽ മൈക്കിൾ പിൻഹീറോയുടെ മകൻ 33 വയസ്സുള്ള മെൽവിൻ പിൻഹീറോയാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 9:30-ക്കായിരുന്നു അപകടം. സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയി മടങ്ങുമ്പോൾ മെൽവിൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കോട്ടമുറി ജംഗ്ഷനിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. തലയ്ക്ക് മാരകമായി ക്ഷതമേറ്റ യുവാവിനെ ഉടൻ തന്നെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. വീടുകളുടെ അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുന്ന ജോലിക്കാരനാണ് മെൽവിൻ. അയ്യന്തോളിൽ 17-കാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. കാനാട്ടുകര സ്വദേശി വല്ലച്ചിറ വീട്ടിൽ സുരേന്ദ്രന്റെ മകൻ സിദ്ധാർത്ഥാണ് മരിച്ചത്. പുലർച്ചെ അയ്യന്തോൾ തൃക്കുമാരംകുളം ക്ഷേത്രകുളത്തിലാണ് അപകടം സംഭവിച്ചത്. പടിക്കെട്ടിൽ നിന്നും തെന്നി കുളത്തിലേക്ക് വീഴുകയായിരുന്നുവെന്ന് പറയുന്നു. സുഹൃത്തുക്കൾ കുളത്തിലേക്ക് ചാടി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. ചെളിയും പുല്ലും നിറഞ്ഞ കുളമായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ വ്യാപാര സ്ഥാപനം അടിച്ചു തകർത്തു. കടയുടമയെ ആക്രമിച്ചു.
എടവിലങ്ങ് ചന്തയിൽ പ്രവർത്തിക്കുന്ന അരുൺ ട്രേഡേഴ്സിലാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ കടയുടമ കുണ്ടിയാറ ഉണ്ണികൃഷ്ണനെ പരിക്കേറ്റു. മോട്ടോർ ബൈക്കിലെത്തിയ രണ്ടുപേരാണ് ആക്രമണം നടത്തിയത്. രാവിലെ കടയിലെത്തിയ രണ്ടുപേർ വെളിച്ചെണ്ണ വില കുറച്ച് വിൽക്കുന്നതിനെ ചൊല്ലി ഉണ്ണികൃഷ്ണനുമായി വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണം ഉണ്ടായതെന്നാണ് സൂചന. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് രാത്രിയിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാവീട് മുണ്ടോക്കിൽ മുകിലിനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രി പടിഞ്ഞാറൻ നടയിലെ സ്വകാര്യ ലോഡ്ജിനു സമീപം മദ്യം ഗ്ലാസ്സിലൊഴിച്ച് നൽകുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. 4.5 ലിറ്റർ മദ്യം പോലീസ് ഇയാളിൽ നിന്ന് പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പിന്നീട് റിമാൻഡ് ചെയ്തു. തൃശൂർ ചേലക്കോട്ടുകരയിൽ വീട് കുത്തി തുറന്ന് 5.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ശ്രീ മഹേശ്വര ക്ഷേത്രത്തിന് പിന്നിലെ തോട്ടത്തിൽ വീട്ടിൽ അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശനിയാഴ്ച ഉച്ചയോടെ അനിൽകുമാറും കുടുംബവും പഴനിയിൽ ക്ഷേത്ര ദർശനത്തിനായി പോയിരുന്നു. ഞായറാഴ്ച ഉച്ചയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. കിടപ്പുമുറിയുടെ വാതിലിന്റെ പൂട്ടും തകർത്ത മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന ലോക്കറ്റോടുകൂടിയ സ്വർണ്ണമാലയും പണവും കവർന്നു. മറ്റൊരു ബെഡ്റൂമിലെ അലമാര കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുകൾ നിലയിലെ പുറത്തേക്കുള്ള വാതിലും തുറന്നിട്ട നിലയിലാണ്. ഞാനും ഫാമിലിയും വൈഫിൻ്റെ അനിയത്തിയും ഫാമിലിയും കൂടി പളനിക്ക് പോയിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് 11:15 എത്തിയപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് ലോക്ക് പൊട്ടിച്ചെടുക്കണുണ്ടു. അകത്ത് കടന്നു നോക്കിയപ്പോൾ 5.5 പവൻ്റെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ മറ്റേ ബെഡ്റൂമിലെ മറ്റൊരു അലമാരി സേഫ് തുറക്കാനായിട്ട് കുത്തി തള്ളി നോക്കിയിട്ടുണ്ട്, തുറന്നിട്ടില്ല. പോലീസ് അപ്പം അറിയിച്ച് നോക്കിയാൽ വന്നു. പിന്നെ അവർ ഫോറൻസിക് വന്നു, ഡോഗ് സ്ക്വാഡ് വന്നു, അന്വേഷണം നടത്തുന്നുണ്ട്. ഈ ഭാഗത്ത് കള്ളന്മാരൊരു ശല്യമില്ല. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അമ്പലത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു. വീടിനെപ്പറ്റി കൃത്യമായ ധാരണയുള്ള ആളാകാം മോഷ്ടാവെന്ന നിഗമനത്തിലാണ് പോലീസ്. നഗരപ്രദേശത്തെ റെസിഡൻഷ്യൽ ഏരിയയിൽ നടന്ന മോഷണം പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി. തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. TCV തൃശൂർ. എരമംഗലം കുമ്മിപ്പാലം ബണ്ട് തകർന്ന് 200 ഏക്കർ കൃഷി നശിച്ചു. KLDCയുടെ നേതൃത്വത്തിൽ 5 മാസം മുൻപ് പുതുക്കിപ്പണിത പുതിയ ബണ്ടാണ് പൊട്ടിയത്. ഇതുമൂലം ആനക്കോൾ പടവിലെ 200ഓളം ഏക്കർ കൃഷിയാണ് നശിച്ചത്. ഇത് മറ്റ് പടവുകളെയും കാര്യമായി ബാധിക്കുകയും കെട്ടിനിർത്തിയ വെള്ളത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടാവുകയും ചെയ്യും. പാടശേഖരങ്ങളിൽ നിന്ന് 100 അടി തോട്ടിലേക്ക് വെള്ളം അടിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഇടയ്ക്കിടെ ബണ്ടുകൾ പൊട്ടുന്നത് മൂലം കർഷകർ ദുരിതത്തിലാണ്. കൂടുതൽ സമയമെടുത്താണ് പാടശേഖരങ്ങളിലെ വെള്ളം തോട്ടിലേക്ക് അടിച്ച് നടിയിലിനായി പാടശേഖരങ്ങൾ ഒരുക്കുന്നത്. ബണ്ട് കെട്ടി വെള്ളം വറ്റിച്ച് പാടശേഖരങ്ങൾ നടിയിലിനായി വീണ്ടും തയ്യാറെടുക്കുമ്പോഴേക്കും ഒരുപാട് സമയവും കൂലിയും ഈ വിഭാഗത്തിൽ നഷ്ടമാകും. നവംബർ 14-ന് കാട്ടക്കാമ്പാൽ ചുണ്ടൻപടവ് ബണ്ട് പൊട്ടിയിരുന്നു. ഇവിടെ താൽക്കാലികമായി പരിഹാരം ചെയ്ത് നിൽക്കുമ്പോഴാണ് എരമംഗലം കുമ്മിപ്പാലം ബണ്ടും തകർന്നത്. മേഖലകളിലെ കോൾപ്പാടങ്ങളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം 100 അടി തോട് വഴി BM കെട്ടിലാണ് സംഭരിക്കുന്നത്. KLDC അധികൃതരും പടവ് കർഷകരും സ്ഥലത്തെത്തി. ചേലക്കരയിൽ മധ്യവയസ്കൻ മരിച്ചത് പന്നിയെ കുരുക്കാൻ വെച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ്. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വേങ്ങാനല്ലൂർ വല്ലങ്ങിപ്പാറ മുണ്ടാരപ്പള്ളി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. കാട്ടുമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ മേഖലയിൽ വൈദ്യുതി കെണി സ്ഥാപിക്കുന്നത് പതിവാണെന്ന് പറയുന്നു. ഞായറാഴ്ച രാത്രിയാണ് ഉണ്ണികൃഷ്ണനെ ഷോക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. മദ്യലഹരിയിൽ കാറോടിച്ച് ബൈക്ക് യാത്രികരെ ഇടിച്ച് പരിക്കേൽപ്പിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി തിക്കൂർ അയ്യങ്കോട് പുന്നൂര് കളരിക്കൽ വീട്ടിൽ അരുൺ മോഹനാണ് പിടിയിലായത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ ആദൂരിലായിരുന്നു അപകടം. 2 ബൈക്കുകളിലാണ് കാർ ഇടിച്ചത്. പരിക്കേറ്റ 2 പേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ 500ഓളം ക്രിസ്തുമസ് പാപ്പാമാർ നിരത്തിലിറങ്ങിയ കരോൾ ഘോഷയാത്ര ശ്രദ്ധേയമായി. സെയിന്റ് ലാസേഴ്സ് ഇടവകയിലെ 29 കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. നിശ്ചല ദൃശ്യങ്ങൾ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. തമ്പുരാൻപടി സെന്ററിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ദേവാലയത്തിൽ സമാപിച്ചു. തുടർന്ന് കരോൾ ഗാന മത്സരവും പാപ്പാ മത്സരവും ഉണ്ടായിരുന്നു. വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വികാരി ഫാദർ ജോയ് കൊളന്നൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, കേന്ദ്രസമിതി കൺവീനർ ബിജു മുട്ടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരം കീഴടക്കി നടന്ന
ഒഫാർത്ത മെഗാ സാന്റ റാലി വർണ്ണാഭമായി. അടുപ്പൂട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നഗരം ചുറ്റി നടന്ന റാലിയിൽ 3000-ലധികം പേരാണ് പങ്കെടുത്തത്. പാപ്പാമാരുടെ വേഷമണിഞ്ഞ കുട്ടികളും മുതിർന്നവരും നഗരവീഥികളിലൂടെ ചുവടുകൾ വെച്ചു. DJ, ക്രിസ്മസ് കൂടുകൾ, നിശ്ചല ദൃശ്യങ്ങൾ, ചലിക്കുന്ന രൂപങ്ങൾ, വാദ്യമേളം, മാർഗം കളി, മാലാഖമാർ, സ്കേറ്റിംഗ്, ബൈക്ക് എന്നിവയുടെ റാലി മാറ്റുകൂട്ടി. ഘോഷയാത്ര വികാരി ഫാദർ വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. കൈക്കാരൻ കെ ബാബു ഇട്ടൂപ്പ്, സെക്രട്ടറി VB മജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട് സെയിന്റ് ജോർജ് ഇടവക പള്ളിയിൽ ഒരുക്കിയ ക്രിസ്തുമസ് മഹാപ്രദർശനം ശ്രദ്ധേയമായി. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇടവക കൂട്ടായ്മ ബൈബിളിനെ ആസ്പദമാക്കി സമഗ്രമായ ക്രിസ്തുമസ് പ്രദർശനം ഒരുക്കുന്നത്. മങ്ങാട് ഇടവകയിലെ ആൺപെൺ വ്യത്യാസമില്ലാതെ കൊച്ചുകുട്ടികളും വയോധികരും ഉൾപ്പെടുന്ന കൂട്ടായ്മയാണ് ഇവിടെ ഈ മഹാപ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ബൈബിളിലെ പ്രധാനപ്പെട്ട 12 രംഗങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. മങ്ങാട് സെന്റ് ജോർജ് ഇടവക പള്ളി അങ്കണത്തിൽ 2 ഏക്കർ വരുന്ന സ്ഥലത്താണ് ക്രിസ്മസ് മഹാപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ബൈബിളിലെ പ്രധാനപ്പെട്ട 12 സന്ദർഭങ്ങളും ക്രിസ്ത്യൻ പൈതൃകങ്ങളും വിശുദ്ധ നാട്ടിലെ രംഗങ്ങളുമാണ് പ്രധാനമായും ചിത്രീകരിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ കഴിവുകളെ പ്രൊഫഷണൽ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നാണ് പ്രദർശനം തയ്യാറാക്കിയത്. കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിലുള്ള 12 യൂണിറ്റുകൾ 12 ബൈബിൾ രംഗങ്ങൾ ഒരുക്കി. മതബോധന വിഭാഗത്തിലെ 14 ക്ലാസുകളും അധ്യാപകരും ചേർന്ന് ക്രിസ്ത്യൻ പൈതൃകങ്ങളെ അവതരിപ്പിച്ചു. ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള ഭക്തസംഘടനകൾ വിശുദ്ധ നാട്ടിലെ വിവിധ രംഗങ്ങളും സന്ദർശകർക്കുള്ള കൗതുകങ്ങളും ചിത്രീകരിച്ചു. ഇടവകാംഗങ്ങളുടെ കൂട്ടായ്മയുടെ വിജയമാണ് വിസ്മയ കാഴ്ച മികവുറ്റതാക്കിയതെന്ന് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ പറഞ്ഞു. ഈ മങ്ങാട് ഇടവക കൂട്ടായ്മയുടെ ഒരു വലിയ സമ്മാനമാണിത്. ഇടവകയിലെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് 25 നോമ്പ് ആഘോഷിച്ചതാണിത്. 24 ദിവസങ്ങൾ കൊണ്ട് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അത് ഒരു പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെയും വലിയ ആഘോഷമാണ്. 23 അടി ഉയരമുള്ള പടുകൂറ്റൻ വാൽനക്ഷത്രം, സമ്മാനങ്ങളുമായി ഹൈഡ്രജൻ ബലൂണിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്മസ് പാപ്പ തുടങ്ങിയവ പ്രദർശനത്തിലേക്ക് കാണികളെ സ്വീകരിക്കുന്നു. അകത്ത് കടന്നാൽ ഹെർമോൺ മലയും ജോർദാൻ നദിയും ഗലീലി തടാകവും മുന്തിരിത്തോട്ടവും മഞ്ഞുമലയും ബെത്ലഹേമിലേതുപോലുള്ള പുൽക്കൂടും സെൽഫി പോയിന്റുകളും കുട്ടികൾക്കുള്ള ഗാർഡനും കളിയരങ്ങുകളും ഗുഹയിലൂടെയുള്ള നടത്തവും പ്രദർശനത്തിന് മൂടികൂട്ടുന്നു. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, ജനറൽ കൺവീനർ പ്രിൻസ്, കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ, ജോസഫ് ആളൂർ, ബാബു പുത്തൂർ, പബ്ലിസിറ്റി കൺവീനർ വിപിൻ വിൻസെന്റ് എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നു. പല രാത്രികളും പകലുകളാക്കി മാറ്റിയ ഒരു വിസ്മയ കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുക. എല്ലാ ആവിഷ്കരണങ്ങളും വ്യക്തമായി ബൈബിളിലെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ ആവിഷ്കാരങ്ങൾ. ദൈവത്തിൻ്റെ നല്ലൊരു ഇടപെടലുകളുണ്ടായിരുന്നു. ഈ വിസ്മയ കാഴ്ച അതിമനോഹരമായി. ജനുവരി 6 വരെ നീളുന്ന പ്രദർശന നഗരിയിലേക്ക് എല്ലാ ദിവസവും രാത്രി 10 മണി വരെ സന്ദർശകർക്ക് സൗജന്യമായി പ്രവേശിക്കാം. വിശ്വാസത്തോടൊപ്പം ഇടവകക്കാരുടെ കലാമികവ് പ്രകടമാകുന്ന ഒരു പ്രദർശനം കൂടിയാണിത്. രാവിനെ പകലാക്കിക്കൊണ്ട് 24 ദിവസം നടത്തിയ പ്രവർത്തനമാണ് ഈ വിസ്മയ കാഴ്ച ഇവിടെ നമുക്കായി സമ്മാനിച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ഗുരുവായൂരപ്പന്റെ ഇഷ്ടകലയായ കൃഷ്ണനാട്ടം കളിക്ക് ആവശ്യമായ കോപ്പ് പെട്ടികൾ വഴിപാടായി ലഭിച്ചു. തിരുവനന്തപുരം ആനയറ സ്വദേശികളായ അഡ്വക്കേറ്റ് C. രാജേന്ദ്രൻ, CL അജൻ, ദീപ രാജേന്ദ്രൻ എന്നിവരാണ് വഴിപാട് സമർപ്പിച്ചത്. കിഴക്കേ ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ കോപ്പ് പെട്ടികൾ ഏറ്റുവാങ്ങി. വിവിധ വലുപ്പങ്ങളിലുള്ള 26 പെട്ടികളും 4 സ്റ്റൂളുകളുമാണ് സമർപ്പിച്ചത്. കൃഷ്ണമുടി, കിരീടങ്ങൾ, മദ്ദളങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത കോപ്പുകൾ പ്രത്യേകമാണ് സൂക്ഷിക്കുക. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മുപ്ലിയം ICCS കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സപ്തദിന ശുചീകരണ ക്യാമ്പ് ആരംഭിച്ചത്.
റെയിൽവേ സ്റ്റേഷന്റെ സൗന്ദര്യവൽക്കരണം ഏറ്റെടുത്ത വിദ്യാർത്ഥികൾ ആദ്യഘട്ടത്തിൽ പ്ലാറ്റ്ഫോം ശുചീകരിച്ചു. ഇതിനോടൊപ്പം സ്റ്റേഷനിലെ വിശ്രമമുറിയുടെ നവീകരണം, വിശ്രമമുറിയിൽ ടെലിവിഷൻ സ്ഥാപിക്കൽ, യാത്രക്കാർക്കു വേണ്ടി ലൈബ്രറി, മുലയൂട്ടൽ കേന്ദ്രം എന്നിവയും സ്റ്റേഷനിൽ ഒരുക്കുന്നുണ്ട്. ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള തെരുവിന്റെ മക്കൾ ഇത്തവണയും ജേക്കബിന്റെ വീട്ടിലാണ് ക്രിസ്തുമസ് ആഘോഷിച്ചത്. കേക്ക് മുറിച്ചും പാട്ടുപാടിയും വയറു നിറയെ ഭക്ഷണം കഴിച്ചും അവർ ക്രിസ്മസ് ആഘോഷിച്ചു. കഴിഞ്ഞ 28 വർഷമായി ഗുരുവായൂർ സ്വദേശി ചിരിയങ്കണ്ടത്തെ ജേക്കബിന്റെ വീട്ടുമുറ്റത്ത് ക്രിസ്മസിന് പന്തലൊരുങ്ങും. നക്ഷത്രങ്ങളും പുൽക്കൂടുമൊരുക്കി അതിഥികളെ ക്ഷണിക്കും. ഇനി ക്ഷണിച്ചില്ലെങ്കിലും കൃത്യമായി അവരെത്തും. നാടോടികളും തെരുവുമക്കളുമാണ് ജേക്കബിന്റെ വിശിഷ്ട അതിഥികൾ. വിവിധ സംസ്ഥാനത്ത് നിന്നുള്ള 300ഓളം പേരാണ് ജാതിമത ഭേദമന്യേ ഇത്തവണ ആഘോഷത്തിൽ പങ്കാളികളായത്. ഫാദർ വർഗീസ് പുത്തൂർ ക്രിസ്മസ് സന്ദേശം നൽകി. മലയാളത്തിന് പുറമെ ഹിന്ദിയിലും സന്ദേശം പകർന്നു. ഭക്ഷണം വിളമ്പാനും മറ്റു കാര്യങ്ങൾക്കുമായി വൈദികരും സന്യസ്തരും നാട്ടുകാരും സഹായികളായെത്തി. ക്രിസ്മസ് ആഘോഷങ്ങളും ഞങ്ങൾ ഈ തെരുവുമക്കളോട് കൂടിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇത് 28 വർഷമായി അനേകം മക്കൾ ഇതിന് സഹായിക്കാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. ഒറ്റപ്പെട്ടു പോയവരെയും മനോരോഗികളുമായ 1000ഓളം പേർക്കാണ് ഇതുവരെ ജേക്കബ് തണലേകിയത്. മരണം വരെ ഈ സബര്യ പിന്തുടരാനാണ് ജേക്കബിന്റെ ആഗ്രഹം. TCV ന്യൂസ്, ഗുരുവായൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും ക്രിസ്തുമസ് ആഘോഷിച്ചു. ഭക്തിനിർഭരമായി ദേവാലയങ്ങളിലെ പാതിരാ കുർബാന. കോവിഡ് വകഭേദമായ ഒമിക്രോൺ JN1 പടരുന്നത് ആശങ്കയാകുന്നു. JN1 വകഭേദത്തിന് വ്യാപനശേഷി കൂടുതൽ. തൃശൂർ പൂരം നടത്തിപ്പ് സംബന്ധിച്ച് ആശങ്ക തുടരുന്നു. പ്രദർശനശാലയുടെ തറവാടക സംബന്ധിച്ച തർക്കം പരിഹരിച്ചില്ലെങ്കിൽ പൂരം ചടങ്ങ് മാത്രമായി നടത്തുമെന്ന തീരുമാനത്തിൽ ഉറച്ച് ദേവസ്വങ്ങൾ. ക്രിസ്മസ് കാലത്ത് റെക്കോർഡ് മദ്യവിൽപ്പന. 3 ദിവസം കൊണ്ട് ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത് 154,77,00,000 രൂപയുടെ മദ്യം. മദ്യവിൽപ്പനയിൽ ചാലക്കുടി ഔട്ട്ലെറ്റ് മുന്നിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.